ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് പാട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാനും ജാഷിക്കും മോനെ കൂടി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാം പെരുന്നാൾക്ക് ഇങ്ങോട്ട് വന്നതായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്നു. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് നേരെ താന്നൂർക്ക് പോകാനുള്ള ഒരു പ്ലാനിലാട്ടോ. അപ്പോൾ ജാഷിക്ക് വീൽ ചെയർക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചെന്നിട്ട് കാലൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ നോക്കിയപ്പോൾ എന്നോട് പറയാണ്, ഈ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ചെയ്യല്ലേ, എൻ്റെ കാലം എനിക്കെന്നെ എടുത്ത് വെക്കാൻ അറിയിച്ച് എടുത്ത് വെക്കണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിരിക്കുന്നതാട്ടാ കാണുന്നത്. പൈസക്ക് വേണ്ടിട്ടാണ്. ആ പൈസക്ക് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ അറിയിച്ചിട്ടിയ പൈസ ഇട്ടു, യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടേ ചോദിക്കരുത് ഇട്ടാന്നൊക്കെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് കോർത്തിരിക്കുകയാണ്. അപ്പം ഞാൻ വീൽ ചെയർ എന്താന്ന് നോക്കുമ്പോഴൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. എനിക്കറിയാം ഇന്നും എന്താ ചുന്തി തരണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. ഇതൊന്നും വേണ്ട, ഞാൻ തന്നെ പോകും. ഞാൻ തന്നെ പോവും. എന്തും ചെയ്യാൻ ചൂടാവും, നല്ല ചൂടാവും. ഇതാണ് അവസ്ഥ. ഇല്ല, ഞാൻ പോവല്ലോ. പോവാടി നിന്റെ മോന്റെ പരിപാടി. ഞങ്ങള് വന്നു കഴിഞ്ഞാല് ഞങ്ങളെ വീട്ടില് എന്റെ മോന്റെ എല്ലാ കളിക്കുന്ന സാധനങ്ങളും ചെരുപ്പും എല്ലാം ഈ ഒരു ഹാളിലുണ്ടാകും. ഇത് മുത്തു എന്റെ കസിനാണ്. ഇവന്റെ കൂടെയാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത് കേട്ടോ. ഇവൻക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജി ആട്ടോ. ഒരു ഫോട്ടോ എടുക്കാൻ കൂടി അവൻ നിൽക്കൂല. അത്രക്ക് ക്യാമറ കണ്ട് വെറുത്ത ഒരാളാണ് ഇവന്. അപ്പൊ യൂട്യൂബിൽ ഇടാനാന്നൊക്കെ പറഞ്ഞപ്പോ ഹായ് ഒക്കെ തരുന്നുണ്ടെങ്കിലും ജാഷിക്ക് ഇവനും കൂടി നല്ലോണം തളർത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ തളരൂല. ഹലോ ഗായ്സ് പറയും. ഞാൻ എത്തിയിട്ട് കാല് ഞാൻ എടുത്തേക്കുമ്പോ ഞാൻ എടുത്തുവെച്ചാ അപ്പൊ എന്താണ് ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇമ്മ ഈ മാറ്റി ഒരുങ്ങിയൊക്കെ വരുന്നത് ഉമ്മാനൊരു ഫോട്ടോ എടുത്തു കൊടുക്കാനാട്ടാ. ഇപ്പൊ കൊടുത്തയച്ച അബായാണ്. അപ്പൊ ആ അബായ വെച്ചിട്ട് ഇപ്പാക്കൊരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരാൻ വെയിറ്റ് ചെയ്യുന്നു ഫോട്ടോ എടുക്കാൻ. ഉമ്മാക്കത് ഓർമ്മയില്ലേന്ന്. അപ്പൊ ഞാൻ പോവാൻ നേരത്തെ അമ്മ പറഞ്ഞത് എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ മാറ്റി വരാന്നുള്ളത്. അപ്പോൾ ആ ഫോട്ടോ എടുത്തെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. യൂട്യൂബിലിടാൻ ഫേസ് കാണിക്കാണ്ട് ഇന്നെ ഇട്ടുണ്ടാന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉമ്മ പറഞ്ഞ് ജയജനും ഉമ്മാനെയും കൂടി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ആര്? ജയജന്റെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. കുറേയൊക്കെ ഉമ്മ അവനെ പിടിച്ച് നിർത്തിയെങ്കിലും ഓൻ നിന്നില്ലാട്ടാ. ഓൻ്റെ പണി നോക്കി പോയി. അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 4:30-5 മണി ആയിക്കണം കേട്ടോ. അപ്പോൾ ജാഷിക്കാനെ കാറൊക്കെ ഇരുത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാണേ. ഒന്നും കൂടി പറയോ? അതൊക്കെ കണ്ടന്റ് ആണ്. എന്റെ ബ്രദറാട്ടാ. അവന് ഇന്നെ വൈറലാക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തന്നതാ. അപ്പൊ ഞാൻ അവനെ വൈറലാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ജാഷിക്കാനെ വണ്ടിക്കൊക്കെ ഇരുത്തി ഞങ്ങൾ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഉമ്മ ചായ കുടിച്ചിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് പുറത്തുനിന്ന് ചായ കുടിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് കറങ്ങി തിരിഞ്ഞൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നേരെ താന്നൂർക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടോ. ജാഷിക്കാക്ക് ഈവനിങ്ങിലൊരു ചായ എന്നുള്ളത് ആൾക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാട്ടോ. അപ്പോൾ ഒരു 5:30-6 മണിൻ്റെ ഉള്ളിൽ എന്തായാലും ചായ കിട്ടണം. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ട് എവിടുന്ന് ചായ കുടിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഞാനും മുത്തും ജാഷിക്കൊക്കെ ഒരുപാട് ടീ സ്പോട്ടുകൾ പറയുന്നുണ്ടെങ്കിലും അവസാനം തലക്കടുത്തൊരു മെട്രോ ബേക്സ് നിന്ന് കുടിക്കാന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടാ. പയ്യനങ്ങാടി എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് കേട്ടോ. എപ്പോഴും ബ്ലോക്കുള്ളൊരു സ്ഥലമാണ് ഈ പയ്യനങ്ങാടി. അപ്പോൾ 3-ാം പെരുന്നാൾ ആയതുകൊണ്ടാണല്ലോ ഇന്ന് പ്രത്യേക ഒരു ബ്ലോക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ മെട്രോ ബേക്സിലെത്തി. അവിടെ ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ സ്നാക്സും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ കുറച്ച് അപ്പുറത്താണ് അറേബ്യൻ ഗ്രില്ല് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ടോ. ആ തീരുമാനം തെറ്റായിരുന്നത് പിന്നെ മനസ്സിലായിട്ടോ. അവിടെയുള്ള 2 ഷോപ്പും പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ജാഷിക്ക് പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് വൈലത്തൂരിൽ നിന്ന് എവിടെയെങ്കിലും ചായ കുടിക്കാം, തൽക്കാലം ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് അപ്പോൾ ഇങ്ങനത്തെ ഈ ജ്യൂസ് ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ബോട്ടിൽ ജ്യൂസുകളൊന്നും ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ജാഷിക്ക് കുടിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ബോട്ടിൽ വെള്ളം വാങ്ങിച്ചതെന്ന് പറഞ്ഞത്. അങ്ങനെ ബോട്ടിൽ വെള്ളം എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ വൈലത്തൂർക്ക് പോവുകയാണ്. വൈലത്തൂരൊന്നും ഒരൊറ്റ ഷോപ്പും ഇല്ല കേട്ടോ. നമ്മുടെ അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധം എത്രത്തോളം നമ്മുടെ നാട്ടിനെ ബാധിച്ചു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം ആട്ടത്. ഒരു ചായ കുടിക്കാൻ കൂടി ഒരു സ്പോട്ട് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ചായ സ്പോട്ട് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു സ്പോട്ട് കണ്ടത് കേട്ടാ. അപ്പം ഞങ്ങൾ കെയ്ച്ചിലായി എന്നുള്ള മട്ടിൽ നിൽക്കുമ്പോഴാണ് അവിടെ ചായ ഇല്ലേ, ജ്യൂസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ.
ഈ വൈകുന്നേര ചായന്റെ സമയത്ത് ജ്യൂസ് കുടിക്കാൻ ഞങ്ങൾക്ക് മൂന്നാൾക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചായ അന്വേഷിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ടാ. ആ സ്പോട്ടിൽ നിർത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു അവിടെ ചായ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ ഇനി താന്നൂരിൽ നിന്ന് എവിടുന്നെങ്കിലും കുടിക്കാന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ താന്നൂർക്ക് പോവാട്ടാ. ചായ അന്വേഷിച്ച് സമയം കണക്കോളം അയക്കണിട്ടാ. ഈ സമയത്താണ് ഞാൻ എൻ്റെ ഉമ്മാനൊന്ന് ഓർത്തത് കേട്ടോ. ഉമ്മ അവിടുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞതായിരുന്നു. ഞങ്ങളെ ഒരു അഹങ്കാരമായിരുന്നു പുറത്തുനിന്ന് പിടിക്കാന്നുള്ളത്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ആഘാതം എത്രത്തോളാന്നുള്ളത് നമുക്ക് ഇപ്പോഴാട്ടോ മനസ്സിലാവുന്നത്. അങ്ങനെ മൂലക്കല്ലെത്തിയപ്പോൾ ചെറിയൊരു ബ്ലോക്കും ഭയങ്കര ഒരു പടക്കമൊക്കെ പൊട്ടുണ്ട്. അപ്പോൾ എന്താ നോക്കിയപ്പോൾ താന്നൂരിലെ സ്ഥാനാർത്ഥിയാട്ടത് LDF സ്ഥാനാർത്ഥിയാണ് ആ ഒരു കൈയൊക്കെ കാട്ടി പോണത്. അപ്പോൾ അവരുടെ റോഡ് ഷോ നടക്കുക കേട്ടോ. നടക്കാവ് പള്ളീൻ്റെ അടുത്തുള്ള ഈ ടീ ബാഗുകളുടെ സ്പോട്ടാട്ടാ. ഇതൊരു അടിപൊളി സ്പോട്ടാട്ടാ. ഞങ്ങൾ എപ്പോഴും ഇവിടുന്നാണ് സാധനങ്ങളൊക്കെ കൊണ്ടിക്കലും കഴിക്കലൊക്കെ ഇവിടുന്നാട്ടാ. നമ്മൾ സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ട് വണ്ടിയിൽ വെയിറ്റ് ചെയ്യാട്ടാ. മോനിതാ അവിടെ ഇരിക്കുന്നുണ്ട്. മോന് വെള്ളം കുടിച്ചിട്ട് മോനക്ക് വിശക്കുന്നുണ്ട്. അവൻ വെള്ളം കുടിച്ച് പള്ളം ഇറക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞങ്ങൾ മൂന്നാളും ഷവർമയും ഞങ്ങൾ 2 കോഫിയും ജാഷിക്ക് ചായയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇവിടുത്തെ ഈ ഷവർമ ഉണ്ടല്ലോ, ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഇവരുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടാട്ടോ, റുമാൻ ഷവർമ എന്ന പേര്. ഭയങ്കര ടേസ്റ്റ്. ഇതിന് ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് തന്നെയാണ് കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ആരെങ്കിലും ഇതിൽ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് കയറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാണ്ടി. വിശന്ന് ഒരു വൈക്കായിരുന്നു. ഞങ്ങൾ 5:30 ചായ കുടിക്കാൻ ഇറങ്ങിയ ഞങ്ങൾക്ക് ചായ കിട്ടുന്നത് 7:30 മണിക്കാട്ടോ. അപ്പോൾ അവനക്ക് നല്ലൊരു മാങ്ങ ജ്യൂസ് വായിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു സ്പോട്ട് കേട്ടോ. അങ്ങനെ അവസാനം വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വ്ളോഗ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗായിട്ട് കാണാം കേട്ടോ.